എല്ലാവർക്കും നമസ്കാരം. ചാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Lovers, Hanged Man, Ace of Pentacles, Six of Swords, Four of Pentacles, 10 of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ലവേഴ്സ് എനർജിയാണ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ഞെരുക്കങ്ങൾ അടുത്തിടയ്ക്ക് സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ഈ ഒരു മാസം തുടക്കത്തിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് മാർച്ച് മാസത്തിൻ്റെ എനർജി ആയിരിക്കും. ഏകദേശം ഒരു 7-ാം തീയതിക്കൊക്കെ ശേഷം മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ടാവും. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അകലുന്നതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ലോൺ അടയ്ക്കാനുണ്ട്, ലോണിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, അല്ലെങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുള്ളത് ലോൺ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ലോണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നുണ്ട്. അത് സാമ്പത്തിക പ്രതിസന്ധി ഏകദേശം ഒരു 7-ാം തീയതിക്ക് ശേഷം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, പല കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകേണ്ടുന്ന പല കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോണിൽ പല കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇമെയിലോ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുള്ളതോ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി അതൊക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. കുടുംബ അന്തരീക്ഷത്തിൽ പറയുകയാണെങ്കിൽ പൊതുവേ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ശാന്തതയും സമാധാനവും സ്വസ്ഥതയൊക്കെ ഉള്ളൊരു കുടുംബ അന്തരീക്ഷമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. വിവാഹ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഈ ഒരു മാസം വിവാഹം നിശ്ചയിച്ചിട്ടുള്ളവരാണെങ്കിൽ വിവാഹമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ രീതിയിൽ തന്നെ വിവാഹം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങളിൽ കാണാനുണ്ട്. വിവാഹം ഓൾറെഡി കഴിഞ്ഞവരാണ്, വിവാഹം കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് അടുത്തിടയ്ക്കായിട്ട് ചെറിയ പ്രശ്നങ്ങളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവേ നല്ലൊരു മാസമാണ്. ശാന്തം, സമാധാനം, സ്വസ്ഥമായിട്ടുള്ളൊരു മാസം എന്ന് പറയാം. അതേപോലെ ഹാങ്ഡ് മാൻ ആൻഡ് 6 ഓഫ് സോർട്സ് എനർജിയാണ്. സ്റ്റക്കായിട്ടുള്ള നിന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നീങ്ങുക, അതായത് ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടുള്ള വണ്ടിയൊക്കെ സ്റ്റാർട്ടാവാൻ തുടങ്ങുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ കുറച്ചധികം ചില ആളുകളെ സംബന്ധിച്ച് കുറച്ചധികം നാളായിട്ട് നിങ്ങളൊന്ന് സ്റ്റക്കായിട്ടിരിക്കുന്നു എന്നുള്ളത് അതൊക്കെ മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോയി തുടങ്ങും, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു തൃപ്തിയും ഒരു സന്തോഷമൊക്കെ നിങ്ങളിൽ കാണാനുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു സംതൃപ്തിയൊക്കെ. പിന്നെ ചില ആളുകൾ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഏകദേശം എഴിഞ്ഞായിരിക്കും നീങ്ങുന്നത്, പിന്നീട് പതുക്കെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ പൊതുവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പാഷനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്രാഫ്റ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കുക. കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വരാനുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അതിൽ ആലോചിച്ച് തന്നെ നിൽക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാം. കാരണം ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നാം, പതുക്കെയുള്ള ഒരു ഇടച്ചിൽ കാരണം. അപ്പോൾ അതുകൊണ്ട് ആ സമയം പ്രൊഡക്റ്റീവായിട്ട് ചിലവാക്കുകയാണെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റ് വരാതെ നോക്കാം. മുന്നേറ്റം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പാസ്പോർട്ട്, വിസ, റെസിഡൻസ് പെർമിറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതുമായിട്ട് യാത്രകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കാര്യങ്ങളൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ ഒരാഴ്ച നീങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാവുന്നു, വിദേശത്തേക്ക് പോകാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഒരു അനുഗ്രഹീതമായിട്ടുള്ളൊരു കാര്യം തന്നെ എന്നുള്ളതാണ്. ഒരു ബാലൻസ് ലൈഫിൽ വരികയാണ്.
അപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബ അന്തരീക്ഷം, പൊതുവെ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടിയ ഒരു ബാലൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും ജീവിതത്തിലുണ്ടാകുന്നു. യാത്രകൾ പോകുന്നതിനുള്ള ഒരു അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊതുവെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് യാത്രകൾ പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ പിന്നെ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ യാത്ര പൊതുവേ കാണുന്നത് ഒത്തിരി ആളുകളെ കാണാനും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പല പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു അത്യുത്സാഹപരമായിട്ടുള്ള യാത്രകളാണ് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് ഉള്ള വലിയൊരു ലോങ് ജേണിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കൊച്ചു കൊച്ചു യാത്രകളാവാം ഇത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ട്രിപ്സ് പോകുന്നതായിരിക്കും, വെക്കേഷൻ, ചെറിയ രീതിയിലുള്ള യാത്രകൾ, ഹോളിഡേയ്സ്, ട്രാവലൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള യാത്രകൾ, സൗഹൃദങ്ങൾ, ഫെയർവെൽ ചില ആളുകൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റ് ദേശത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് മാറിപ്പോകുന്ന എന്തെങ്കിലും ഒരാൾ ഒരിടത്ത് മാറുന്നതിൻ്റേതായിട്ടുള്ളൊരു ഫെയർവെൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഹാങ്ഡ് മാൻ ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. കുടുംബത്തിൽ നിങ്ങളിപ്പോൾ കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പോൾ ലൈഫിൽ ഹസ്ബൻഡ് വൈഫും ഒരു കുട്ടി വേണമെന്ന ആഗ്രഹമുള്ളവർക്ക് ശ്രമിച്ചിട്ട് കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ച് കുട്ടികളുണ്ടാകാനുള്ള സാധ്യത ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചികിത്സയൊക്കെ നടത്തുന്നവരാണെങ്കിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫലപ്രദമായിട്ടുള്ള ചികിത്സ നടക്കുകയും അതിനുള്ള സാധ്യത കുട്ടികളുടെ കാര്യങ്ങൾ റെഡി ആവുന്നുണ്ട്. ഓൾറെഡി ചികിത്സയിലായിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് കേൾക്കാം. ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബോണസ് ആയിരിക്കാം. ട്വിൻസ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 2 കുട്ടികളുടെ എനർജി കാണിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു ആഘോഷം, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുടുംബമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ വീട്, അതിന് തന്നെ വീട് വയ്ക്കാനുള്ള സാധ്യതയും കാണുന്നത്. വീട് വയ്ക്കുന്നത് കല്ലിടിയിലായിരിക്കാം, അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ വീട് പണി പൂർത്തിയാക്കുന്നതോ, അല്ലെങ്കിൽ വീട് പണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അടുത്ത ചുവട് വയ്ക്കുകയാണ്. ചില ആളുകൾ പണി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളവർ കയറി താമസിക്കുന്ന ഒരു സമയമായിരിക്കാം ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വീട്, കുടുംബം, യാത്രകൾ, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ നല്ലൊരു മാസമാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നതിൻ്റെ അന്തരീക്ഷവും കാണുന്ന ഒരു സമയമാണ്. അതേപോലെ വിദേശത്തുള്ളവരാണ്, ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ഒരാൾ വിദേശത്താണ്, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെയെങ്കിൽ ഫാമിലിയായിട്ട് ഒരുമിച്ച് വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന, സെറ്റിലാവാൻ പറ്റുന്നതിൻ്റേതായിട്ടുള്ളൊരു ഒരു അന്തരീക്ഷ സാഹചര്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. അതേപോലെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് പുതിയ പല കാര്യങ്ങളുടെയും പുതിയ തുടക്കമാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചില ആളുകൾ ബിസിനസ് സെക്കൻഡ് സ്റ്റേജിലായിട്ടുണ്ടാവാം. ഒരു ബിസിനസ് ഒന്ന് പിക്കായി കഴിഞ്ഞിട്ട് കുറച്ചധികം നല്ല രീതിയിൽ പോയിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്തിടെയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലും കാര്യങ്ങളിലും ഒക്കെ ആണ് ബിസിനസ് ഒന്ന് പതുക്കെ ഒരു മെല്ലെപ്പോക്ക് നയമാണ് എങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കളയാതിരിക്കാം. അത് ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റേതാണ്. അത് വീണ്ടും പിക്കപ്പ് ചെയ്യുന്നുണ്ട്, മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അമിതമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ്, സാമ്പത്തിക കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നെഗറ്റീവ് തോട്ട്സ് മാറ്റിവെക്കുക. കാരണം സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ചെറിയ ചെറിയ എന്തെങ്കിലും തടസ്സങ്ങളോ ചലഞ്ചസോ ഒക്കെ വരുമ്പോൾ ഉടനെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വലിയ പ്രതിസന്ധികളൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു പ്രതിസന്ധി കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ കോമ്പറ്റീഷനും കാര്യങ്ങൾ ചുറ്റുപാടുമുള്ളത്, നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അടുത്താരെങ്കിലും അതേപോലത്തെ ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എല്ലാവർക്കും ഉള്ള അവസരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അവസരം, നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ആ അവസരം ഉപയോഗിക്കുകയും ചെയ്യാത്തതാണ് പ്രശ്നം. ഇപ്പോൾ ഒരാൾ അടുത്ത് വന്ന കട തുടങ്ങുമ്പോൾ അവർ തുടങ്ങുക നിങ്ങളുടെ കഴിവുകൾ എന്താണ്, അത് എങ്ങനെയുള്ള രീതിയിൽ തുടങ്ങാം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുക, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ അവിടേക്ക് ആളുകൾ വരാൻ തുടങ്ങും എന്നുള്ളതോ അത് വ്യക്തമായിട്ട് ചിന്തിക്കുക. ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റോ അല്ലെങ്കിൽ ബിസിനസ് അഡ്വൈസറോ മറ്റോ സഹായം തേടുന്നത് നല്ലതായിരിക്കും.
വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ശാന്തവും നല്ലൊരു അന്തരീക്ഷമാണ് സൂചിപ്പിക്കുന്നത്. പ്രായമായിട്ടുള്ളവർക്ക്, റിട്ടയർമെൻറ്റ് ഫേസിലൊക്കെ നിൽക്കുന്നവർക്ക്, ലൈഫിലൊന്നും ഇല്ല എന്നുള്ളൊരു ഫീല് തോന്നുന്നവർക്ക് പുതിയൊരു ആകാംക്ഷ, ഒരു പാഷൻ വരുന്നുണ്ട്, ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ജീവിതത്തോട് തന്നെ. അങ്ങനെ ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.